പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക്, അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ അൾത്താരയിൽ ഇവിടെ എഴുന്നള്ളിരിക്കുന്ന കർത്താവിൻ്റെ മുൻപിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാനയാണ്. ഈ ശുശ്രൂഷയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവാണ്. ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, നമ്മുടെ സങ്കടങ്ങളെല്ലാം സമർപ്പിക്കാം. മക്കളെക്കുറിച്ചോർത്തുള്ള ആകുലതകൾ, മക്കളുടെ ജോലി, മക്കളുടെ കല്യാണം, മക്കളുടെ യാത്രകൾ, അവരുടെ വിസ, അവരുടെ കാര്യങ്ങൾ, അവരുടെ പരീക്ഷകൾ, അവരുടെ അഡ്മിഷനുകൾ, അങ്ങനെ മക്കളെക്കുറിച്ചോർത്തുള്ള എല്ലാ ആദിവ്യാധികളും സങ്കടങ്ങളും കർത്താവിന് കൊടുക്കാം. മക്കളെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ കുടുംബത്തെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ ഈ ശുശ്രൂഷയിലൂടെ ബന്ധിച്ച്, ബഹിഷ്കരിച്ച്, ആട്ടിപ്പായിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ ഉയർച്ചയുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൂടെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും നമ്മുടെ കുടുംബങ്ങൾ എടുത്ത് ഉയർത്തപ്പെടുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പോലും അറിയാതെ പല വിധത്തിലുള്ള ബന്ധനങ്ങൾ നമ്മുടെ മക്കളെ ബാധിക്കാറുണ്ട്. അവരുടെ കല്യാണങ്ങൾ തടസ്സപ്പെടുത്താറുണ്ട്, അവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താറുണ്ട്, അവർക്ക് തെറ്റായ ബോധ്യങ്ങളും തെറ്റായ ചിന്തകളും കൊടുക്കാറുണ്ട്. അപ്പനും അമ്മയും ചിന്തിക്കുന്ന രീതിയിൽ ചില മക്കൾക്ക് ചിന്തിക്കാൻ പറ്റാതെ വരും. അവരുടെ കണ്ണുകളെയും അവരുടെ ബുദ്ധിയെയും അവരുടെ തീരുമാനങ്ങളെയും സാത്താൻ ബന്ധിക്കുന്നു എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയാറുണ്ട്. പല മാതാപിതാക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരുപദേശിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അവരുടെ മേൽ എടുത്ത് ചാടുകയും അവർക്കെതിരെ തിരികുകയും അവരോട് മിണ്ടാതെ നടക്കുകയും അവരെ നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ മാതാപിതാക്കൾ ആകെ വിഷമിക്കുന്നുണ്ട്. മകൻ പറയും, എനിക്ക് കല്യാണം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. അപ്പനും അമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല. മകള് പറയും, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അങ്ങനെ തെറ്റായ ബോധ്യങ്ങളിൽ, തെറ്റായ അറിവുകളാൽ നയിക്കപ്പെടുക. ചില മക്കള് തെറ്റായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാറുണ്ട്, മദ്യപാനത്തിൽ ചെന്നപ്പെടും, ലഹരിയിൽ ചെന്നപ്പെടും. അങ്ങനെ തെറ്റായ ഉപദേശകരുണ്ടാകും. ഇതുമൂലം കുഞ്ഞുങ്ങൾക്ക് ശരിയായ തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ വീട് മുഴുവൻ നിരാശപ്പെട്ടു പോകുന്ന എത്രയോ സ്ഥിതി എത്രയോ കുടുംബങ്ങളിലുണ്ട്. ആ കുടുംബങ്ങളെല്ലാം ഇന്ന് കർത്താവിന് സമർപ്പിക്കുക. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എൻ്റെ മെത്രാൻ എപ്പോഴും പ്രസംഗിക്കും, നമ്മുടെ ദൈവം വിസ്മയങ്ങളുടെ ദൈവമാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഭവനങ്ങളിൽ വിസ്മയങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ വീടിനെ രോഗങ്ങളാൽ, തകർച്ചകളാൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ ബന്ധിച്ചിരിക്കുന്ന നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെയും പ്രകൃതി വിരുദ്ധ ശക്തികളെയും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളെയും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടുതൽ കൊടുക്കുക. പ്രത്യേകിച്ച് പറമ്പിൻ്റെ കച്ചവടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്ന എത്രയോ മക്കളുണ്ട്. അവർ കർത്താവ് മുകളിലുണ്ട്. അവർക്ക് കർത്താവിനറിയാം ഈ മക്കൾക്ക് എപ്പോഴാണ് നന്മ വരേണ്ടതെന്ന് കർത്താവിനറിയാം. എങ്കിലും കർത്താവേ, ഞങ്ങളുടെ ഈ ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട്, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കൊണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ പല മക്കളും പല കുടുംബങ്ങളും വളരെയധികം പ്രതിസന്ധി നേരിടുകയാണ്. കർത്താവേ, നിൻ്റെ സമയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പറമ്പിൻ്റെ വീടിൻ്റെ കച്ചവടങ്ങൾ നടക്കാൻ അതിനെ തടസ്സപ്പെടുത്തുന്ന വ്യക്തികളുണ്ട്, തടസ്സപ്പെടുത്തുന്ന ശക്തികളുണ്ട്. അവയെല്ലാം ഇന്ന് ബഹിഷ്കരിക്കപ്പെടണം. അങ്ങനെ സാമ്പത്തിക മേഖലകൾ തകർക്കപ്പെട്ട് കടബാധ്യതകളായി ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട്. ഒരു സഹോദരൻ എന്നെ വിളിച്ചു, അച്ഛാ, ഞങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുക, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുക,
കടബാധ്യതയാ. ഇനി ഞങ്ങൾക്കൊരു പടി മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ വർഷങ്ങളായി വിൽക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ കാര്യം നടക്കണം. കർത്താവേ, ആ കെട്ടങ്ങോട്ട് അഴിയണമേ എന്ന് ആ ദമ്പതികളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അതേപോലെ വേദനിക്കുന്ന എത്രയോ ദമ്പതികളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൊഴിലിൽ ഉയർച്ച കിട്ടാൻ, സ്ഥാപനങ്ങൾക്ക് ഉയർച്ച കിട്ടാൻ, നല്ല കച്ചവടം നടക്കാൻ, ചില കടകൾ, ചായക്കടകൾ, ചെറിയ ചെറിയ ഷോപ്പുകൾ, അതൊക്കെ ഇട്ട് പണം മുഴുവൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരികെ ഒന്നും കിട്ടാതെ വിഷമിക്കുന്നവർ, വിദേശത്ത് പണം മുടക്കിയിട്ടുള്ളവരുണ്ട്, വിദേശത്ത് ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരുണ്ട്. അവരുടെ കാര്യങ്ങളിലുള്ള തടസ്സങ്ങളെല്ലാം മാറി, അവരുടെ മേലുള്ള ബന്ധനങ്ങൾ മാറി. കർത്താവേ, അത്ഭുതകരമായ വിടുതൽ ഇന്ന് നടക്കട്ടെ. പഠന മേഖലയിലെ തടസ്സങ്ങൾ, എക്സാമിൻ്റെ മേലുള്ള തടസ്സങ്ങൾ, കല്യാണത്തിൻ്റെ തടസ്സങ്ങൾ, കുടുംബത്തിൻ്റെ മേലുള്ള തടസ്സങ്ങൾ, നിരന്തരമുള്ള കലഹങ്ങൾ. ഒരാൾ പറയുമ്പോൾ വേറെ ആൾക്ക് പിടിക്കുന്നില്ല. ഒരപ്പൻ പറയുന്നത് മക്കൾക്ക് പിടിക്കുന്നില്ല. ഒരപ്പൻ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, ഞാനിപ്പോൾ എൻ്റെ മകനെ ഒന്നും പറയാറില്ല, കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അവനത് ഇഷ്ടമല്ല. ഒരു മകൻ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ സ്നേഹമില്ല, അപ്പൻ ഏതു നേരം എന്നോട് ദേഷ്യം പിടിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വിട്ടുപോകുമ്പോൾ അപ്പം പറയണത് മകന് മനസ്സിലാകുന്നില്ല, മക്കൾക്ക് മനസ്സിലാകുന്നില്ല, മക്കൾ പറയണത് മാതാപിതാക്കൾക്ക് മനസ്സിലാകാത്ത അവസ്ഥ വരിക. ഇതൊരു വലിയ ബന്ധനമാണ്. ആ ബന്ധനമുള്ള മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരികയും ജ്ഞാനം അവരുടെ മേൽ ആവസിക്കുകയും ചെയ്യട്ടെ. നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വലിയ കഴിവ് ലഭിക്കട്ടെ. ജീവിത പങ്കാളികൾക്ക് ലഭിക്കട്ടെ. തൻ്റെ ജീവിത പങ്കാളിയുടെ വേദനകളും സങ്കടങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ മനസ്സും കണ്ണുകളും ഹൃദയവും മരവിക്കപ്പെട്ടു പോയിരിക്കുന്ന ഒരുപാട് ജീവിത പങ്കാളികളുണ്ട്. അതുപോലെ വേദനിക്കുന്ന മറ്റ് പങ്കാളികൾ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൽ ആശ്രയിച്ചോ. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരികയും കല്ലുപോലത്തെ ഹൃദയങ്ങളെ കർത്താവിന് സാധാരണ ഹൃദയം പോലെ ആക്കാൻ സാധിക്കും, മാംസളമാക്കാൻ സാധിക്കും. ഡെലിവറൻസ് കടന്നു വരേണ്ട മേഖലകളാണ് അവയെല്ലാം. കർത്താവെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ മക്കളുടെ ഇന്നത്തെ എല്ലാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ ഒരുങ്ങിയാണ്. കർത്താവെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനമാണ്. 25-ാമത്തെ അധ്യായം 1-2 വചനങ്ങളാണ്. ദാവീദിൻ്റെ കണ്ണുനീരാണ്. ദാവീദ് കർത്താവിനെ സ്തുതിക്കുക. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എൻ്റെ കർത്താവ്, എൻ്റെ കുടുംബത്തെ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. എൻ്റെ മക്കളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. എൻ്റെ വീടിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ പദ്ധതികളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. എൻ്റെ ചിന്തകളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. എൻ്റെ നിയോഗങ്ങളെ, എൻ്റെ കണ്ണുനീരിനെ, എൻ്റെ നെടുവീർപ്പിനെ, എൻ്റെ വേദനകളെ, പുറത്താരോടും പറയാൻ പറ്റാത്ത എൻ്റെ വേദനകളെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഉയർത്തുന്നു. ദൈവമേ, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. എനിക്ക് വേറൊരു വഴിയില്ല കർത്താവേ, എൻ്റെ മുൻപിൽ വേറൊരു വഴിയില്ല. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ. പ്രകൃതി വിരുദ്ധ ശക്തികളും ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളും പരദൂഷകരും തിന്മയുടെ രൂപികളും നാശകരമായ ജീവികളും പ്രകൃതി വിരുദ്ധ ശക്തികളും എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ പ്രബലപ്പെടാനായി ഈ വചനത്തിൻ്റെ ശക്തിയാൽ അവിടുന്ന് അനുവദിക്കല്ലേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, വിവേകത്തിൻ്റെ, ഓർമ്മ ശക്തിയുടെ, ഭാഷാവരത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, ഡെലിവറൻസിൻ്റെ ആത്മാവേ, പെന്തക്കോസ്തയുടെ അനുഭവമേ, ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്ക് ഇറങ്ങി വരണമേ. ശക്തിപ്പെടുത്തണമേ, 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 ശക്തിപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇറ്റാലിയൻ ഭാഷയിലാണ് അച്ഛന് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നത്. കരങ്ങൾ കുപ്പിപ്പിടിച്ച് ഏറ്റവും ഭക്തിയോടുകൂടി പങ്കെടുക്കുക. ഇന്നോമെ della Santissima Trinità, Padre, Figlio, Spirito Santo, vattene demonio, per i meriti del preziosissimo sangue di Cristo,
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ മക്കളിൽ നിന്ന് സാത്താനെ വിട്ടുപോ. കർത്താവിന്റെ തിരിച്ചോരയുടെ ശക്തിയാൽ ഈ ദൈവജനത്തിൽ നിന്നും വിട്ടുപോ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ കൽപ്പിക്കുന്നു, സാത്താനെ ഈ മക്കളിൽ നിന്നും വിട്ടുപോ. San Giuseppe di tutti santi, San Michele, tutti gli angeli custodi. Alleluia, alleluia, alleluia. Croce, sì, mia luce. വിശുദ്ധ കുരിശേ, എൻ്റെ പ്രകാശമേ. നോൺസി അമ്മായിൽ ഡെമോണിയമോ കാപ്പോ. സാത്താൻ ഒരിക്കലും എൻ്റെ കുടുംബത്തിൻ്റെ തലവനാകാൻ പാടില്ല. സാത്താനെ ഇയോത്തി ദീക്കോ, ഞാൻ കൽപ്പിക്കുന്നു, വൈ ഇന്ത്യത്ര സാത്തന നോൺ ചി പെർസുതറായി മായി ദിക്കോസവാനെ. ഞങ്ങളെ പ്രലോഭനങ്ങളിലൂടെ തിന്മകളിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെ കളങ്കപ്പെടുത്താൻ പാടില്ല. സോനോ മാലിലെ ബെവന്റെ, നീ തന്നെ ചീറ്റുന്ന വിഷം നീ തന്നെ കുടിക്കുക. സോനോ മാലിലെ ബെവന്റെ കെമി വേർസി നീ ചീറ്റുന്ന വിഷം നീ തന്നെ കുടിച്ച് ഈ മക്കൾക്ക് വിടുതൽ കിട്ടുക. കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, സാത്തന വൈ വിയതല വീതദിക്കോസ്ത പോപ്പലോ യേതു ദീക്കോ വൈ വിയതല വീതദിക്കോസ്ത പോപ്പലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറിയ, 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 ഗ്ലോറിയ. Caccia via da loro le forze del male, annientale, distruggere, perché questo popolo possono stare bene e operare bene. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ മാസം 15, 16, 17 തീയതികളിൽ വൈകുന്നേരം സായാഹ്നത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ കർമ്മല മാതാവിൻ്റെ പള്ളിയിൽ വെച്ച് നടക്കുന്ന 3 ദിവസത്തെ കൺവെൻഷൻ, നിങ്ങളെല്ലാവരെയും 5 ദിവസമാണ് അവിടെ കൺവെൻഷൻ. ആദ്യത്തെ 2 ദിവസം എനിക്ക് ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു വൈദികനെയാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ 15, 16, 17 തീയതികളിൽ അവിടെ അതിശക്തമായ ഡെലിവറൻസിൻ്റെ കൺവെൻഷൻ നടക്കുകയാണ്. ആ ഭാഗത്തുള്ള എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം നെയ്യാറ്റിൻകരയിലെ പരിശുദ്ധ അമ്മയുടെ പള്ളിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. മരിയാപുരം, മാതാവിൻ്റെ പേരിലുള്ള മരിയാപുരം പള്ളിയിൽ കർമ്മല മാതാ ദേവാലയത്തിൽ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, തമിഴ്നാട് ബോർഡറിലുള്ള എല്ലാ സ്ഥലങ്ങളിലും വചനം കേൾക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അവരെല്ലാവരെയും ആ ദിവസങ്ങളിൽ അവിടേക്ക് ക്ഷണിക്കുകയാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഈ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ ചൊവ്വാഴ്ച ദിവസം, വരുന്ന ചൊവ്വാഴ്ച ഞാൻ നേതൃത്വം കൊടുക്കും. ചൊവ്വാഴ്ച നടക്കുന്ന ശുശ്രൂഷ രാവിലെ 6:45 കുർബാന, അന്തരിസിനാണൻ്റെ നൊവേന, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. തുടർന്ന് 10 മണിക്ക് അച്ഛൻ്റെ ചെറിയ ശുശ്രൂഷ, 11:30 മണിക്ക് കുർബാന, അന്തരിസിനാണൻ്റെ നൊവേന, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. വൈകുന്നേരം 5 മണിക്ക് പ്രിയപ്പെട്ട മക്കളെ ജപമാല, 5:30 മണിക്ക് കുർബാന, 6 മണി മുതൽ 8 മണി വരെ അതിശക്തമായ ബൈബിൾ കൺവെൻഷൻ, ബൈബിൾ ഉപയോഗിച്ചുള്ള ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന. 8 മണിക്ക് വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് വണക്കം. 8:30 മണിക്ക് നേർച്ചക്കഞ്ഞി. ഇവിടെ ദൂരെ നിന്ന് വരുന്നവരെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ആക്കാനുള്ള വാഹന സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.